സ്വസ്ഥാനങ്ങൾ നമുക്ക് ഇരിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം അമ്മയോട് ചേർന്ന് ത്രിയേക ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. അഥവാ സ്വർഗം അതിനായി നമ്മളെ വിളിക്കുകയാണ്. വലത് കര ഉയർത്തി ഒന്ന് പറയാ ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങളൊന്ന് വീശി പറയാമോ ഹല്ലേലൂയ. ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളും ദൈവപരിപാലനയുടെ നിരവധിയായ അനുഭവങ്ങളും ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്ന അത്ഭുതങ്ങളുമൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക കുറെ കൂടി എളുപ്പമുള്ള കാര്യമാണ്. അവൻ നടത്തിയ വഴികളും വിധങ്ങളും ഓർത്ത് നന്ദി പറയുക ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധനയാണ്, കുറെ കൂടി എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചോ അല്ലാതെയോ കടന്നു വരുന്ന വിപരീത അനുഭവങ്ങളെ ഓർത്ത്, ജീവിതത്തിൻ്റെ കനൽ വഴികളെ ഓർത്ത്, കഷ്ട അരിഷ്ടതകളെ ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറയുക കുറേ കൂടി ബുദ്ധിമുട്ടുള്ളതും എന്നാൽ സ്വർഗത്തിൻ്റെ സന്നദ്ധയിൽ ഏറെ പ്രസാദകരമായ ഒരാരാധനയാണെന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് പറയാമോ ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ആ ദൈവം ഇന്ന് അതിനായി നമ്മെ ക്ഷണിക്കുന്നതായി ആത്മാവിൽ നാം തിരിച്ചറിയുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ശരീരത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ വ്രണം വാദിച്ച് ഒരോട്ട് കഷണം കൊണ്ട് ആ വ്രണങ്ങളിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജോബ് പറയുകയാണ്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കരുത്. ഈ ആരോഗ്യം കർത്താവാണ് തന്നത്, ഈ കാണുന്നത് അത്രയും ദൈവമാണ് തന്നത്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. വലതുകര ഉയർത്തി പറയാം ഹല്ലേലൂയ. അങ്ങനെ പറയാൻ കഴിയുന്നിടത്താണ് ഔന്നത്യമുള്ള ആരാധകരുണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ കർത്താവ് താണിറങ്ങി വരുന്നതെന്ന് ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഇവിടെയോ ദൂരദേശങ്ങളിലോ ഇരുന്ന് നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ നമ്മൾ അനുഭവിക്കുന്ന ക്രൈസിസിൻ്റെ ഉറവിടങ്ങൾ ഓർത്തെടുത്ത്, ഈ നാളുകളിൽ ദൈവമേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന വിപരീത അനുഭവങ്ങളെ ഓർത്തെടുത്ത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അതിനെ ഓർത്ത് നാം സ്തുതി പാടണം. അവിടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ ഹല്ലേലൂയ. ഒരു കുഞ്ഞനുഭവം ഞാൻ ഓർക്കുകയാണ്. കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ നവീകരണ ജീവിതത്തിലേക്കൊക്കെ വരുന്ന ആരംഭ കാലഘട്ടങ്ങളിൽ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ചങ്കിടിപ്പിൻ്റെ ഭാരം കൊണ്ട് പല വേദികളിൽ നിൽക്കാൻ, ശുശ്രൂഷ പോലും ചെയ്യാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമിതമായ അകാരണമായ ഭയപീഡയാൽ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ ചങ്കിടിച്ച് അങ്ങനെ അസ്വസ്ഥപ്പെട്ട നാളുകൾ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആത്മാവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നീ അറിയാതെ വരുന്ന ഈ ചങ്കിടിപ്പുകൾ പോലും നിനക്കൊരു വേള ദൈവസ്തുതിയായി മാറ്റാൻ കഴിയും. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, അനേക വേദികളിൽ ചങ്കിടിപ്പിൻ്റെ എണ്ണം ഉയർത്തി, കർത്താവേ ഇത് സ്തുതിപ്പായി നീ സ്വീകരിക്കണമേ, ഇതൊരു ആരാധനയായി നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരുപാട് വേദികൾ എൻ്റെ കൺമുമ്പിലുണ്ട്. പ്രിയരെ, ഞാനൊന്ന് പറയട്ടെ, അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. എന്നേക്കുമായി കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ ചങ്കെടുപ്പുകൾ എടുത്തു മാറ്റി ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് കൂസലില്ലാതെ നിൽക്കാൻ ഇടയാകത്തക്ക വിധം പാവിയായി മന്നെ സൗഖ്യപ്പെടുത്തി. രണ്ട് കര ഉയർത്തി പറയാം ഹല്ലേലൂയ. നമുക്കും ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അതിലൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ചു, ജീവിതത്തിലെ ഒരു കനൽ വഴികൾ വരുമ്പോൾ അത് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ആ കനൽ വഴികളെ, ആ രോഗത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നത് അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെ ക്ഷണിച്ചു വരുത്തും. ദയവായി നമുക്കൊരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ അവിടെ സന്നദ്ധിയിലൊന്ന് തുറന്നു പിടിക്കാൻ നമുക്ക്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നാം ഒന്ന് മാത്രം ചെയ്യണം, നമ്മുടെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലത്തെയും ഓർത്ത് ദൈവത്തെ അങ്ങോട്ട് വാതോരാതെ വാഴ്ത്തുക.
അത് മാനുഷികമായ ലോജിക്കിനപ്പുറത്ത് ഒരു ദൈവരാജ്യത്തിൻ്റെ രഹസ്യമാണ്. രോഗക്കിടക്കയിൽ, പരാജയ അനുഭവങ്ങളിൽ, ജീവിതത്തിൻ്റെ നുറുങ്ങുന്ന വേദനകളെല്ലാം ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പരിശ്രമിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയും. അവിടെ തിന്മയിട്ടിരിക്കുന്ന നിരാശയുടെയും ഭയത്തിൻ്റെയും കെട്ടുകൾ കർത്താവ് അഴിച്ചു മാറ്റും. രണ്ട് കരങ്ങളും നമുക്ക് അവിടുത്തെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളെയും സഹനങ്ങളെയും എല്ലാം നമുക്ക് ഒന്ന് ഉയർത്തി കൊടുക്കാം. ദൈവമേ, ഞാനിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആരോരും അറിയാത്ത എൻ്റെ ജീവിതത്തിൻ്റെ കനൽ വഴികളെ ഓർത്ത് ഞാൻ ദൈവമേ നിന്നെ സ്തുതിക്കുന്നുവെന്ന് ബോധപൂർവം നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ കുടുംബം ഇന്ന് നേരിടുന്ന തകർച്ചകളെ ഓർത്ത് കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളെ കുരിശോട് ചേർത്ത് വെച്ച് ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാനായിട്ട് ഈ സമയം പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയും വിശുദ്ധരും പരിശുദ്ധാത്മാവും നമ്മളെ അതിന് സഹായിക്കട്ടെ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഓർമ്മയിൽ വരുന്ന എല്ലാ വിപരീത അനുഭവങ്ങളെ ഓർത്ത് ഒരു പരീക്ഷ പരാജയമാകാം. ദൈവത്തെ മെല്ലെ മെല്ലെ സ്തുതിച്ച് തുടങ്ങുക. നിന്റെ രോഗം ഉള്ള ശരീരം ദൈവത്തെ സ്തുതിക്കട്ടെ. എൻ്റെ പാപ അവസ്ഥകളും സ്തുതിക്ക് വിഷയമായി ഭാരട്ടെ. കൂടെ വീണു പോകുന്ന പാപത്തെ ഓർത്തും ദൈവത്തെ സ്തുതിച്ചു കൊള്ളുക. തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. പരാജയങ്ങളിൽ ഒരു വിജയം ഒളിപ്പിച്ച് വെച്ചവനാണ് യേശു ക്രിസ്തു. നന്നായി സ്തുതിച്ചു തുടങ്ങുക, സ്തുതിക്കുക, ആരാധിക്കുക. സഹനങ്ങളെ ഓർത്ത്, കണ്ണുനീരുകളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത് ദൈവമേ ഈ രാത്രിയിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ലക്ഷോപലക്ഷം മക്കൾ ദൈവമേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന തകർച്ചകളിൽ ഞങ്ങൾ ഈ രാത്രിയിൽ സ്തുതി പാടുന്നു കർത്താവേ. കണ്ണുനീരിന്റെ ഉറവിടങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. വാഴ്ത്തുന്നു ദൈവമേ. തന്ന നന്മകൾക്കപ്പുറത്ത് ദൈവമേ തന്ന സഹനങ്ങളെ ഓർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജോബിനെ പോലെ ഞങ്ങൾ ഇന്ന് കഷ്ടതയിലാണ് കർത്താവേ, തകർച്ചകളിലാണ്, പ്രതിസന്ധിയിലാണ്. എങ്കിലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. അങ്ങയുടെ അനന്ത ജ്ഞാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കാൻ കഴിയുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാപരത്തിൽ അല്പസമയം പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. ദയവായി അല്പം കൂടി കരമുയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ഒറ്റ വിളി വിളിക്കുന്നു. ഈശോയെ, കൃപയൊഴുകട്ടെ കർത്താവേ. നിന്റെ കുരിശിനോട് സഹനങ്ങൾ ഐക്യപ്പെടുത്തി ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതകൾക്കപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ കാണുമ്പോൾ ഇന്ന് ഞാനും നിങ്ങൾ കടന്നു പോകുന്ന പരാജയങ്ങളും കഷ്ടാനുഭവങ്ങളും നിസാരമാണെന്ന് നമുക്ക് ഏറ്റുപാടി ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മുടെ രോഗക്കിടക്കയിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുകയാണ്. ദൈവം നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുന്ന ദൈവമാണ്. അനന്ത ജ്ഞാനിയായ ദൈവം. ഓ, അവൻ സകലവും നന്മയ്ക്കായി മാറ്റും. വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ ആരാധിക്കാം. ഇന്ന് വരെ പരാതി പറഞ്ഞ, ചോദ്യം ചോദിച്ച അനുഭവങ്ങൾ ഇന്ന് ദൈവസ്തുതിപ്പുകളായി ഞാൻ മാറ്റുമെങ്കിൽ എന്റെ ജീവിതം പൂത്തുലയും. മരുഭൂമിയിലും സ്തുതി പാടാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവ പൈതൽ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു. നിസാരമാം നീറും ദുഃഖങ്ങൾ നിസാരമാം. ചേർന്ന് പാടാൻ പരിശ്രമിക്കാം. സാധിക്കുന്നു പോലെ. നീറും ദുഃഖങ്ങൾ നിസാരമാം, നിസാരമാം, നിസാരമാം നീറും ദുഃഖങ്ങൾ നിസാരമാം. നാളെ വരുന്ന സ്തോത്രം നാളെ വരുന്ന മഹിമയുർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാം.
ചേർന്ന് പാടാം. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. കരങ്ങളൊന്ന് താളത്തിലടിച്ചാലോ? നിസ്സാരമാ, നിസ്സാരമാ, നീറും ദുഃഖങ്ങൾ നിസ്സാരമാ, 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. രണ്ടു വശങ്ങളിലേക്കും കരങ്ങളടിച്ച് ശരീരങ്ങളൊക്കെ ചലിപ്പിച്ച് നമ്മുടെ കണ്ണുനീരുകളെ ആനന്ദമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി അവർ സന്നിധിയിലേക്ക് ഉയർത്തി ആ രക്ഷാനാമം ബോധപൂർവം ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഈശോ, ഈശോ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഈശോ, ഈശോ, ഹല്ലേലൂയ. വന്ദനം വരും നാള് വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. വന്ദനം വരും നാള് വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. ഓ, വന്ദനം വരും നാള് വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ, സന്തോഷത്തോടെ നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. ആ ബോധ്യത്തോടെ സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. കരങ്ങൾ താഴ്ത്തി നിസാരമാ, നിസാരമാ, നീറും ദുഃഖങ്ങൾ നിസാരമാ, 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 നീറും ദുഃഖങ്ങൾ നിസാരമാ. നെഹമ്യായുടെ പുസ്തകം 13:2 നമ്മൾ വായിക്കുകയാണ്. ദൈവം ആ ശാപത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. ശാപത്തെ പോലും അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ് കുരിശിലെ കർത്താവ്. നിന്റെ ജീവിതം, എന്റെ ജീവിതം എന്ന് ശാപഗ്രസ്തമാണെങ്കിൽ ആ ശാപത്തെ ഓർത്ത് കുരിശോട് ചേർന്ന് പിതാവിനെ നാം ആരാധിക്കുമ്പോൾ ആ ശാപം അനുഗ്രഹമായി മാറുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി അവന്റെ സന്നിധിയിൽ ഉയർത്താം. ഞാനൊരു ശാപമാണ്, ഞാനൊരു തകർച്ചയാണ്, ഒരു പരാജയമാണ് ചിന്തിക്കുന്നവർ ആ പകർച്ചയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ, ആ പരാജയത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, പ്രതികൂലങ്ങളിൽ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന ദൈവമേ, ആരാധന ദൈവമേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ കരങ്ങളടിച്ച് ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഉറപ്പ്. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ, ദൈവമുയർത്തും, ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഒരിക്കൽ കൂടി പാടാം. ദൈവം ഉയർത്തും, കുഞ്ഞെ, ദൈവമുയർത്തും, ആകാശത്തോളം നിന്നെ കരങ്ങൾ ഉയർത്തി അടിച്ച് നിസാരമാം, നിസാരമാം, നീറും ദുഃഖങ്ങൾ നിസാരമാം, 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 നീറും ദുഃഖങ്ങൾ നിസാരമാം. നാളെ
വരുന്ന മഹിമയോർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി യേശുവിന്റെ നാമം വിളിച്ച് ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് ഭാഷാവരമുള്ളവർ ദയവായി അരൂപിയുടെ ഭാഷയിൽ അല്പസമയം ആരാധിക്കാൻ പറ്റും. യേശുവേ വീണ്ടും കരങ്ങൾ അടിച്ച് മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ. നമ്മുടെ രോഗങ്ങളെ ഓർത്ത് സ്തുതിക്കാം. മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ. ഒപ്പമില്ലയോ കുഞ്ഞി ഒപ്പമില്ലയോ. ഒരു നാളും സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ. ഒപ്പമില്ലയോ കുഞ്ഞേ ഒപ്പമില്ലയോ സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ. നിസ്സാരമാ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. ഹല്ലേലൂയ പാടാം. നിസ്സാരമാ ഓ സ്തോത്രം. നിസ്സാരമാ ആമേൻ. നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ വാഴ്ത്തുന്ന ദൈവമേ സ്തുതിക്കുന്നു. വാഴ്ത്തുന്ന ദൈവമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. വാഴ്ത്തുന്ന ദൈവമേ. ബാ 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 ബാ. കൃപയൊഴുകട്ടെ കൃപയൊഴുകട്ടെ. ഓ സൗഖ്യശാന്തി അനുഭവം നിറയട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ രണ്ടും അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കുരിശിനോട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി ഐക്യപ്പെടുത്താം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, യേശു പിതാവിനെ നോക്കി പ്രാർത്ഥിച്ചു കുരിശുകൾ അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അടുത്ത ക്ഷണം അവിടുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവനെ സഹായിക്കാൻ കടന്നു വന്നു. ദൈവം നമുക്ക് തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവദൂതൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം തൻ്റെ സഹായകനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കുന്നു. നമുക്കും ദൈവത്തെ ആരാധിക്കാം. കരങ്ങളൊന്ന് തുറന്ന് പിടിച്ച് ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരുകളും ദൈവമേ ചേർത്ത് വെച്ച്
ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ നന്മകൾക്കൊപ്പം എല്ലാ സഹനങ്ങളെ ഓർത്തും എല്ലാ കണ്ണുനീരുകളെ ഓർത്തും പരാജയങ്ങളെ ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല ദൈവമേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. എന്റെ സഹനങ്ങളിൽ പരാജയങ്ങളിൽ ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കുന്നു. തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിയുന്നവനാണ് അങ്ങെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി അവനെ വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തരുന്ന എല്ലാ സഹനങ്ങളും എല്ലാ കാസകളും ദൈവമേ, ദുഃഖത്തിന്റെ പാനപാത്രങ്ങളും ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പാടുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ആരാധന. ദൈവം തൊടുന്ന സമയം, ദൈവം ശക്തീകരിക്കുന്ന സമയം, ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, ദൈവമേ ആരാധന. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ. കർത്താവേ, നീ തന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാണ്, ഞങ്ങളുടെ ശുദ്ധീകരണത്തിനാണ്. നന്ദി പറയുന്നു കർത്താവേ. സ്തുതിക്കുന്ന ദൈവമേ, പരാതി ഇല്ലാതെ, പെറുപെറുപ്പുകളില്ലാതെ, ചോദ്യം ചെയ്യാതെ അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ ഓർത്ത് വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അവൻ എനിക്ക് അഹിതമായത് ചെയ്യുകയില്ല, എന്തെന്നാൽ അവൻ എന്നെ സ്നേഹിക്കുന്ന പിതാവാണ്, അവൻ എന്നെ സ്നേഹിക്കുന്ന പിതാവാണ്. ആ ദൈവം തരുന്ന ദാസകളും വേദനകളും ദുഃഖത്തിന്റെ പാനപാത്രങ്ങളും ഈ ആരാധനയിൽ നന്ദിയോടെ സ്വീകരിച്ച് അവിടുത്തെ ഒരിക്കൽ കൂടി നമുക്ക് വാഴ്ത്താം, ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ദുഃഖത്തിന്റെ പാനപാത്രം സ്തോത്രം. കർത്താവിന്റെ കയ്യിൽ തന്ന വരികളോട് ചേരാമോ? സന്തോഷത്തോടതു വാങ്ങി സ്തോത്രം. ഹല്ലേലൂയ പാടിയിടും ഞാൻ. എന്റെ പിതാവാണ് അതെനിക്ക് നൽകുന്നത്. എന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി സ്തുതിക്കുന്ന ദൈവം. ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഈശോ പാടിയിടും ഞാൻ. ഈശോ നിന്റെ അരികിലുണ്ട്. താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്ന ദൈവം. ദൈവമേ, നിന്റെ ശിക്ഷണത്തിൽ ഞാനൊരു സ്നേഹം കാണുന്നു ദൈവമേ. നിന്റെ പ്രഹരത്തിൽ ദൈവമേ, നിന്റെ സ്നേഹിക്കുന്ന മുഖം ഞാൻ കാണുന്ന കർത്താവേ. ദോഷമായിട്ടൊന്നും നീ എനിക്കിന്നോളം ചെയ്തിട്ടില്ല എന്ന് ഈ ആരാധനയിൽ ഞാൻ ഏറ്റു പറയുന്നു കർത്താവേ, ഏറ്റു പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല, ചെയ്യാൻ അവിടുത്തേക്ക് സാധ്യമല്ല. എന്നെ അവൻ അടിച്ചാലും സ്തോത്രം, സ്തോത്രം. അവൻ എന്നെ സ്നേഹിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയിരടികൾ. ഓ സ്തോത്രം ദൈവമേ. താതൻ ചെയ്യുകയില്ല, ആമേൻ. എന്നെ അവൻ അടിച്ചാൽ അവൻ എന്നെ സ്നേഹിക്കുന്നു.
ഉറപ്പാണ്, ഉറപ്പാണ്. ദുഃഖത്തിന്റെ പാനപാത്രം ഓ സ്തോത്രം. കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഓ സ്തോത്രം. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഓ ദൈവമേ, എൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കുന്നവനാണ് അവിടുന്ന്. എൻ്റെ ബലഹീനതകളെ നിന്റെ ശക്തി ഒഴുകുന്ന വഴികളാക്കി മാറ്റുന്നവനാണ് ദൈവമേ. എൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരീകരിക്കുന്ന ഉറവുകളാക്കി മാറ്റുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ തളർന്നു പോവുകയില്ല. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അവൻ എൻ്റെ കൂടെ എങ്കിൽ ഒരു സഹനത്തിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, അങ്ങേ കുരിശിനെ ഞാൻ പുണരുന്നു കർത്താവേ. അങ്ങേ കുരിശോട് ഞാൻ ഐക്യപ്പെടുന്നു ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നഷ്ടമേറി വന്നാൽ സ്തോത്രം. ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയ തീരുന്നു ഞാൻ. പാടാമോ? നഷ്ടമേറി വന്നാൽ ഓ സ്തോത്രം. ഭാഗ്യവാനായി തീരുന്നു ഞാൻ. ഉറപ്പ്. കഷ്ടമേറ്റ കർത്താവോട് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൂട്ടാളിയായി തീരുന്നു ഞാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ദുഃഖത്തിന്റെ പാനപാത്രം ദൈവം തന്ന എല്ലാ പാനപാത്രങ്ങളും എന്റെ കയ്യിൽ തന്നാൽ ഈശോയുടെ കുരിശിനോട് ചേർന്ന് സന്തോഷത്തോടതു വാങ്ങി. ബോധപൂർവ്വം ഹല്ലേലൂയ പാടുകയാണ്, ഹല്ലേലൂയ ആരാധിക്കുക. പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം യേശുവേ. കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ജോബ് ഇങ്ങനെ പറയുന്നുണ്ട്, 23-ാം അധ്യായം 10-ാം വാക്യം. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിതനായിത്തീരും. ദൈവമേ, ഓരോ സഹനങ്ങളിലൂടെയും നീ എന്നെ പ്രകാശിപ്പിക്കുകയാണല്ലോ. നീ എന്നെ ആത്മീയ ജീവിതത്തെ വളർച്ചയിലേക്ക് നയിക്കുകയാണല്ലോ കർത്താവേ. ഓരോ പരീക്ഷണങ്ങളിലൂടെയും സ്വർണം പോലെ എൻ്റെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന അങ്ങേ ഞാൻ വാഴ്ത്തുന്നു ദൈവമേ. അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ദൈവമേ. പരാതി ഇല്ലാതെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗക്കിടക്കയിലും ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, മരണവക്തത്തിലും ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഓ ദൈവമേ, ഓ കണ്ണുനീരിന്റെ നനവുള്ള ജീവിതത്തിൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. എന്റെ ദൈവം എനിക്ക് മതിയായവൻ, എന്റെ ദൈവം എനിക്ക് മതിയായവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, ഈശോ കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ. എന്റെ ഈശോയെ, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, ആമേൻ. നഷ്ടമോർക്കുന്നില്ല. ഈശോയെ, ഇപ്പോൾ എന്റെ കർത്താവിനെ അങ്ങയെ കാണാൻ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഈ രാത്രിയിൽ ദൈവം എന്നെ ഓർത്ത് ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദൈവമേ, മരണം വരെ കഷ്ടതയിലും പാടുന്നവരായ എന്നെ മാറ്റണമേ. പാനപാത്രം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു കണ്ണുകൾ അടച്ച് ഒരിക്കൽ
ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ഈശോയെ സ്നേഹിക്കാം, ആ ഈശോയെ സ്നേഹിക്കാം, ഈശോയെ ആരാധിക്കാം. എൻ്റെ ഈശോയെ, നീ തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് നന്ദി പറയുന്നു ദൈവമേ, നന്ദി പറയുന്നു ദൈവമേ, നന്ദി പറയുന്നു. ദൈവം വലിയവനാകുന്നു, ദൈവം വലിയവനാകുന്നു. അനന്തജ്ഞാനിയായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നതെല്ലാം എനിക്ക് നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. പ്രതികൂലങ്ങളിൽ വാടാതെ ഞാൻ വിശ്വസിക്കുന്നു. കുരിശോട് ഐക്യപ്പെട്ടുള്ള ജീവിതമാണ്. കാൽവരിയുടെ സുഗന്ധമുള്ള ശുശ്രൂഷകനായി എന്നെ മാറ്റണമേ, കാൽവരിയുടെ സുഗന്ധമുള്ള വിശ്വാസിയായി എന്നെ മാറ്റണമേ. ഓ സ്തോത്രം ദൈവമേ, സ്തോത്രം. ഗെത്സമനിയുടെ ചുടുചോരയുടെ ഗന്ധം എന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ കർത്താവേ. സ്തോത്രം ദൈവമേ, ഓ സ്തോത്രം. എനിക്ക് സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക്. ഹല്ലേലൂയ കർത്താവേ. വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരുന്ന്, ശാന്തമായിരുന്ന് രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി നെഞ്ചോടടിച്ച് ദുഃഖത്തിന്റെ പാനപാത്രം ഒരിക്കൽ കൂടി ആയിരടികളൊന്ന് ഹൃദയത്തിൽ ആവർത്തിച്ച് ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം സ്തോത്രം. കർത്താവിൻ്റെ കയ്യിൽ തന്നാൻ ഈശോയെ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നേരം ഉയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, പത്രോസിന് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. എന്ത് സംഭവിക്കും? തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തിക്കൊള്ളും. ദൈവത്തിന് എല്ലാത്തിനും ഒരു തക്ക സമയമുണ്ട്. ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ അനേകരുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തക്ക സമയമാണ്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു തക്ക സമയമാണ് നമ്മുടെ നൈറ്റ് വിജിൽ. അവിടെ വിശ്വസിക്കാം, ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും. അനേക കാലമായി കാത്തിരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ദൈവം മറുപടി നൽകും. ഒരു കത്ത് ഇപ്രകാരം നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ പേര് ജെസ്സി മാത്യു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഷാലോം ടിവിയുടെ നൈറ്റ് വിജിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. ഞങ്ങളുടെ മകൻ്റെ വിവാഹാലോചന തുടങ്ങിയിട്ട് 6 വർഷങ്ങളായി. പക്ഷേ നടന്നിരുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ നിയോഗം സമർപ്പിച്ച് നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. വിവാഹം നടന്നാൽ സാക്ഷ്യം അറിയിക്കാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി നവംബർ മാസം 19-ാം തീയതി മകൻ്റെ വിവാഹം ഭംഗിയായി നടന്നു. കർത്താവ് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച കർത്താവിന് 1000 നന്ദി. കരങ്ങളടിച്ച് നന്ദി പറയാം, കരങ്ങളടിച്ച്. പ്രിയമുള്ളവരെ, ഇന്ന് മാതാപിതാക്കളുടെ വലിയ വേദനയാണിത്. മക്കളുടെ വിവാഹം നടക്കുന്നില്ല, വർഷങ്ങളായി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിലിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ നൈറ്റ് വിജിലിൽ മാതാപിതാക്കൾ ഈ നിയോഗം സമർപ്പിക്കുക. വിവാഹം നടക്കാത്ത ആൺമക്കളാണോ പെൺമക്കളാണോ അവരെ ഈ സമയത്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ കേട്ട സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തമാകാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകളടച്ച്
ആ മകളുടെ പേര് ഇപ്പോൾ ഒന്ന് ഓർക്കുക. കർത്താവ്, എൻ്റെ മകൻ, ആ പേര് ഈശോയോട് പറയുക. കർത്താവ്, എനിക്ക് സാക്ഷ്യം പറയണം, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം, എൻ്റെ കണ്ണുനീരൊപ്പണം. കർത്താവ്, എത്രയോ കാലമായി എൻ്റെ മകന് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, മകൾക്ക് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വേദനിക്കുന്നു. കർത്താവെ, ഇത് അവിടുത്തെ തക്ക സമയമാണ് ഞാൻ വിശ്വസിക്കുന്നു, തക്ക സമയമാണ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ കർത്താവായ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. വിവാഹപ്രായമായ മക്കൾ യേശു നാമത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലുതരെ ഉയർത്തി ഈശോ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവായ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എന്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കട്ടെ. മകന്റെ മകളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാം, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് വരുന്ന മാസങ്ങളിൽ സാക്ഷ്യം പറയാൻ സാധിക്കും. എൻ്റെ കണ്ണുനീർ ഒപ്പാൻ ഈശോ കടന്നു വന്നു. ഇതെൻ്റെ തക്ക സമയമാണ്. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നൈറ്റ് വിജിലിൻ്റെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തുടർന്നുള്ള സെഷൻ നയിക്കുന്നത് വചനവും ആരാധനയും എല്ലാം നയിക്കുന്നത് വളരെ പ്രശസ്ത ധ്യാനഗുരുവായ ഫാദർ റാഫേൽ കോക്കാടൻ CMI ആണ്. അച്ഛൻ CMI സഭയുടെ എൽറൂഹ റിട്രീറ്റ് സെൻറ്റർ കടലുണ്ടി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവധി ശക്തമായി ഉപയോഗിക്കുന്ന ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റി ഉയർത്തിയ ഒരു ധ്യാനഗുരുവാണ് റാഫേൽ അച്ഛൻ. നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. നമുക്ക് വലിയ ആദരവോടെ ഈശോ നമുക്ക് നൽകിയ സമ്മാനത്തെ, കർത്താവിൻ്റെ ഈ പ്രിയപ്പെട്ട അഭിഷേകത്തിനെ നമുക്ക് കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം.